അങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു വാർത്ത വന്നിരിക്കുകയാണ്, കാണാം. എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായി KSRTC ബസ്സിലെ ഓർഡിനറി സർവീസുകളിലെ ബസ്സുകളിൽ സൗജന്യ യാത്രാ സ്കീം ജൂൺ 15 മുതൽ നടപ്പിലാക്കുന്നതിന് അതിനുള്ള അംഗീകാരം നൽകാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ കുറ്റിപ്പുറം ജാസി പറഞ്ഞത് ചേട്ടായി കേട്ട് അല്ലെ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജാസിയുടെ വാക്ക് കേട്ടോ. അത് വൈറലായത് കൊണ്ട് കേട്ടതായിരിക്കും. ട്രാൻസ്ജെൻഡേഴ്സിനും കയറിയിരിക്കാൻ കേട്ട. പക്ഷെ അന്ന് തന്നെ ജാസിയുടെ വീടിന്റെ അടിയിൽ ഒരുപാട് ആളുകൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ആണാണോ പെണ്ണാണോ തന്റെ അടുത്ത് ഇരിക്കുന്നത് എന്ന് അറിയാനുള്ള അവകാശം എനിക്കില്ലേ? ട്രാൻസ് വുമണാണ് ഞാനെന്ന് പറഞ്ഞിരിക്കുന്ന ആൾ ആരാണെന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കും? ഇതൊന്നും ഞാൻ പറഞ്ഞല്ല കേട്ടോ, കമന്റ് ബോക്സിൽ കിടക്കുന്നതാണ്. സ്ത്രീകൾക്ക് പല ആളുകൾക്കും ഇതിനോട് താല്പര്യമില്ല. ഇനി ഏത് സീറ്റിലാണ് ഇരിക്കുക നമുക്കറിയില്ല. എന്തായാലും സ്ത്രീകളുടെ കൂടെ ഇരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇരിക്കുന്ന ആളുകൾ ഉണ്ടാവാം, എന്നാലും സ്ത്രീകൾക്ക് ഈ വിഷയത്തിൽ കുറച്ച് താല്പര്യക്കുറവ് ഉണ്ട് കേട്ടോ. അതവിടെ നിൽക്കട്ടെ, ബാക്കി പറ. ഇന്ദിരാ ഗ്യാരണ്ടിയിലുള്ള ഈ പദ്ധതി പ്രിയദർശിനി എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നത്. വരുമാനം കണക്കാക്കിയിട്ടില്ല, പ്രായം കണക്കാക്കിയിട്ടില്ല, കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ ആദ്യം ഓർഡിനറി ബസ് സർവീസിലാണ് ആദ്യഘട്ടത്തിലെ ഈ പദ്ധതി സൗജന്യ യാത്ര തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സർക്കാരിന് ഒരു മാസം 65-70 കോടിയോളം ബാധ്യത വരും. 800 കോടി രൂപയിലധികം ഒരു വർഷത്തിൽ KSRTCക്ക് അതിൻ്റെ വരുമാനക്കുറവ് വരും. ആ പണം സർക്കാർ KSRTCക്ക് നൽകും. ഇപ്പോൾ KSRTCക്ക് 1500 കോടി എല്ലാ വർഷവും കൊടുക്കുന്നുണ്ട്, ശമ്പളവും പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക്. ഒരു മാസം 125 കോടി വെച്ചാണ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു വർഷം 1500 കൊടുക്കുന്നതിൻ്റെ കൂടെ ഇതിനാവശ്യമായ തുക ഏകദേശം 750-800 കോടിക്കും ഇടയിൽ ഇതിൻ്റെ തുക വരും. അല്ല ഞാൻ പറഞ്ഞിട്ട് പ്രതിമാസം 65-70 കോടിയോളം വരും ഇതിൻ്റെ ചിലവായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. അതാണ് 750-800 കോടിയോളം രൂപ പ്രതിവർഷം വരും. അപ്പോൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന 1500 കോടി രൂപയ്ക്ക് പുറമെ ഈ പണം കൂടി സർക്കാർ KSRTCക്ക് നൽകും. അപ്പൊ ഇനി റോട്ടിലൂടെ വാഹനം ഓടിച്ചു പോകുന്ന ആളുകളോട്, ബൈക്ക് ഓടിക്കുന്ന ആളുകൾ ദയവ് ചെയ്ത് ഹെൽമെറ്റ് വെക്കുക, സീറ്റ് ബെൽറ്റ് ഇടാതെ ഒരിക്കലും വാഹനം ഓടിക്കാതിരിക്കുക. കാരണം ഈ അധിക ചെലവ് കണ്ടെത്താൻ വേണ്ടിയിട്ട് സർക്കാരിന്റെ കയ്യിൽ ആകെയുള്ള വഴികൾ ഇതൊക്കെ തന്നെയാണ്. പിഴ ചുമത്തുക, നികുതി പരമാവധി കളക്ട് ചെയ്യുക. ചിലപ്പോൾ നികുതി കൂട്ടാനുള്ള സാധ്യതകളുണ്ട്. ഏതെങ്കിലും മേഖലയിലൊക്കെ ചെറിയ രീതിയിൽ നികുതിയൊക്കെ കൂടാനുള്ള സാധ്യതകൾ ഏറെ തെളിഞ്ഞു വരുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ കുറെ ആളുകളുടെ ഒരു വിഷമം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വീടുണ്ടാക്കുമ്പോൾ അതിന്റെ ഒരു പാർപ്പിട പെർമിറ്റ് വേണമല്ലോ. ഇതിന് ഭയങ്കരമായിട്ടുള്ള ഹ്യൂജ് എമൗണ്ട് ആണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏതൊരു UDF കാരനൊക്കെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോ എന്തായാലും UDFന്റെ ഒരു മുഖ്യമന്ത്രി അവിടെ കസേര ഇരിക്കുന്നുണ്ടല്ലോ, അദ്ദേഹത്തിനോടൊക്കെ പറഞ്ഞിട്ട് ഒന്ന് കുറയ്ക്കാൻ ശ്രമിച്ചു നോക്കിയേ. കുറയ്ക്കാൻ പറ്റൂല, കൂട്ടി പോവുള്ളൂ. പല കാര്യത്തിലും ഇനി അത് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ ഇനി MVD, കേരള പോലീസൊക്കെ റോഡ് സൈഡിൽ ഒളിഞ്ഞും തിരിഞ്ഞും എന്നുള്ള ആ ഒരു ഫോട്ടോ എടുപ്പൊക്കെ നിർബന്ധമായിട്ടുണ്ടാവും കേട്ടോ. ആരും പേടിക്കാനും നിൽക്കണ്ട, കാരണം അത്രമാത്രം പൈസ അവിടെ കണ്ടെത്തണേ. കാരണം കോടിക്കണക്കിന് രൂപയാണ്, കോടിക്കണക്കിന് രൂപ, 100 കോടിയുടെ മുകളിൽ എന്നൊക്കെ പറയുന്നത് ചില്ലറ കളിയാ. KSRTC വരുന്ന 6 മാസത്തിനുള്ളിൽ അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ മാർഗങ്ങൾ ആരായണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആ സർക്കാരിൻ്റെ അഭ്യർത്ഥന അവർ സ്വീകരിച്ചിട്ടുണ്ട്. 6 മാസത്തിനുള്ളിൽ KSRTCയുടെ വരുമാനം കൂടി കുറച്ചുകൂടി വർദ്ധിപ്പിച്ച് ഇതിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കൂടി കടക്കാൻ പറ്റും എന്നാണ് സർക്കാർ കരുതുന്നത്. അതിന് KSRTC ചെയ്തൊരു കാര്യം കൂടി നിങ്ങൾ കേൾക്കണം കേട്ടാ. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം, അത്രേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഒന്നും നോക്കിയില്ല. പാവപ്പെട്ട കുട്ടികളുടെ, അതായത് വിദ്യാർത്ഥികളുടെ നെഞ്ചത്താണ് അടിച്ചിട്ടുള്ളത്. ഒന്ന് കേട്ടോക്കെ. വിദ്യാർത്ഥികൾക്കുള്ള കൺസെഷൻ പാസ് പുതുക്കാനുള്ള ഓൺലൈൻ ചാർജ് കുത്തനെ വർദ്ധിപ്പിച്ച് KSRTC 10 രൂപയിൽ നിന്ന് 110 രൂപയാക്കിയാണ് ഉയർത്തിയത്. തീരുമാനത്തിൽ പ്രതിഷേധവുമായി SFI രംഗത്തെത്തി. എന്തൊരു കഷ്ടാണ്. അങ്ങനെ പല വാർത്തകളും നമ്മൾ കേൾക്കും കേട്ടോ. ഗജനവിൽ കായില്ല. KSRTC നഷ്ടത്തിൽ ഓടാനുള്ള സാധ്യതകൾ ഇനി ഏറെ അതിന്റെ അപ്പുറത്തേക്ക് ഏറെ എന്ന് പറയേണ്ടി വരും. വളരെ കഷ്ടപ്പെട്ട് ഗണേഷ് കുമാറിനെ പോലെയുള്ള ആളുകളൊക്കെ KSRTC നല്ല രീതിയിൽ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. അതാണ് ഇനി ഒറ്റയടിക്ക് തകരാൻ പോകുന്നത്. ഓക്കെ, എന്തായാലും 100 ദിവസം ട്രയലോട്ടാണല്ലോ. ഈ 100 ദിവസം കഴിഞ്ഞാൽ തന്നെ ഈ പരിപാടി എന്താവും നമുക്ക് കണ്ടറിയാന്നുള്ളതാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ് മറക്കണ്ട കേട്ടാ, റോട്ടിലേക്ക് ഇറങ്ങുമ്പോ ഞാൻ പറഞ്ഞല്ലോ, കൃത്യമായിട്ട് പറഞ്ഞല്ലോ, ആദ്യഘട്ടത്തിൽ ഇതാണ് നടപ്പാക്കുന്നത്. അല്ല, അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങളൊന്നുമില്ല. KSRTC ഒരു സ്വതന്ത്രമായി വരുമാനമുണ്ടാക്കാൻ കഴിയുന്ന തലത്തിലേക്ക് KSRTCയെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കും. കൂടുതൽ വാഹനങ്ങൾ വാങ്ങി, കൂടുതൽ ഷെഡ്യൂളുകൾ നടപ്പിലാക്കി, കൂടുതൽ പരസ്യങ്ങൾ നൽകി വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളുണ്ടാകും. ഇത് നമ്മൾ പ്രഖ്യാപിച്ച പദ്ധതിയുടെ ആദ്യഘട്ടമായിട്ടാണ്. ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതുപോലെ 750-800 കോടി രൂപ ഒരു വർഷത്തിൽ ഗവൺമെന്റിന് അധിക ചെലവ് വരുന്ന ഒരു പദ്ധതിയാണ് ആദ്യ വർഷത്തിൽ തന്നെ. അത് KSRTCയുടെ നില കുറച്ചുകൂടി മെച്ചപ്പെടുത്തിയിട്ട് രണ്ടാം ഘട്ടത്തിനെ കുറിച്ച് നമ്മൾ ആലോചിക്കും. അല്ല, ഓർഡിനറി ബസ്
ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ രണ്ടാം ഘട്ടത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം 100 ദിവസമല്ലേ, 3 മാസവും പിന്നെ 10 ദിവസവും. അപ്പൊ ഓരോ മാസം 125 കോടി രൂപ എങ്ങാനാണ് കൊടുത്തോണ്ടിരുന്നത് അല്ലേ. അതിപ്പോ എങ്ങനെ കൊടുക്കടോ? വല്ലാത്തൊരു ചോദ്യമാണ്. എന്തായാലും ഇത് നടപ്പിലാക്കണം എന്നേ ഞാനും പറയുന്നുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ അമ്മ പെങ്ങന്മാർക്ക് അങ്ങനെ ഒരു സൗജന്യ യാത്ര കിട്ടിക്കഴിഞ്ഞാൽ അത് ഗുണാണ്. പക്ഷെ എവിടെ പോവാനാണ്? ഈ ഗ്രാമവണ്ടിയിലല്ലേ പോകേണ്ടത്, ഈ ഓർഡിനറി ബസ്സിൽ? മലപ്പുറം ജില്ലയിൽ 21 ലക്ഷം സ്ത്രീകളാണുള്ളത്. ആകെ 3 ഡിപ്പോ, ഒന്ന് പൊന്നാനി, ഒന്ന് എടപ്പാള്, ഒന്ന് മലപ്പുറത്ത്. മൊത്തം എത്ര ബസ് ഉണ്ട്? 40 ബസ്സിന് മുകളിലുണ്ടാ? 28% ഉണ്ടെന്നൊക്കെയാണ് മുതലാളി പറയുന്നത് കേട്ടോ. അല്ല, മുതലാളി എന്ന് വിളിച്ചൊന്നും വിചാരിക്കല്ലേ. എല്ലാം ബിസിനസ് കണ്ടുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി നോക്കണം. അതുകൊണ്ട് പറഞ്ഞു പോയതാണ് കേട്ടോ, ക്ഷമിക്കണേ. അപ്പൊ അത്രയും സ്ത്രീകൾക്ക് ഇത്ര കുറച്ച് ബസ്സേ ഉള്ളൂ. എന്നിട്ടാണ് എല്ലാ ജില്ലയും ഒരേപോലെ കാണുന്ന വ്യക്തിയാണ് കേട്ടോ. കിഫ്ബിനെ കുറിച്ച് അറിയാലോ. കിഫ്ബി പല സ്ഥലത്തും പല രീതിയിൽ നടത്തി. എല്ലാ ജില്ലക്കും ഒരുപോലെ കൊടുത്തില്ല എന്ന് പറഞ്ഞത് കൊണ്ട് പറയാണ്, ഞങ്ങള് മലപ്പുറം ജില്ലക്കാരാണേ, നമുക്ക് വിഷമം ഉണ്ടാവുമല്ലോ, നമ്മളെ അമ്മ പെങ്ങന്മാർ ഇങ്ങനെ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടേ. അതുകൊണ്ടാണ്, വേറൊന്നും കൊണ്ടല്ല. ബാക്കി പറ. അല്ല, ഓർഡിനറി ബസ്സിലാണല്ലോ ഇപ്പൊ സൗകര്യം കൊടുത്തിരിക്കുന്നത്. ഓർഡിനറി ബസ്സിൽ സൗജന്യം ഉണ്ടാവും. അല്ല, അവിടുത്തെ സർവീസുകളിലെ 28% ഉള്ളൂ KSRTC ബസ്സുകൾ. 28% KSRTC ബസ്സുകളുണ്ട്. തിരുവനന്തപുരത്തുള്ളത്തരം KSRTC ബസ്സുകൾ മലപ്പുറത്ത് ഇല്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ 28% ഉണ്ട്. ഓർഡിനറി ബസ് ഇല്ലായില്ല. 28% മൊത്തം സർവീസുകൾ 28% ഈ പറയുന്ന ജില്ലകളിലുണ്ട്. 28% ഓർഡിനറി ബസ് കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ ഓടുന്നുണ്ടോ സാറേ? എത്ര ബസ്സാന്ന് കറക്റ്റ് ഒന്ന് കണക്ക് പറയണേ. എനിക്കറിയാൻ പാടില്ല എന്ന് ചോദിക്കുകയാണ് കേട്ടാ. ഇവിടെ ഇപ്പൊ ഞാനൊരു 2 ബസ്സറ്റം കണ്ടിട്ടുണ്ട്. അതല്ലാതെ എത്ര ഉണ്ടെന്ന് അറിയില്ല. ഇപ്പൊ വട്ടംകുളം പഞ്ചായത്തിൽ മൊത്തത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ് ഉണ്ട്. ഈ ഓർഡിനറി ബസ് എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഇനിയിപ്പൊ അത് പറഞ്ഞ ചില ആളുകൾ ഇഷ്ടപ്പെടില്ല. ദീർഘദൂര ബസ്സുകളിലാണ് ഇത് വേണ്ടത് ഏറ്റവും കൂടുതൽ. കാരണം ഒരു ആശുപത്രിയിലേക്കൊക്കെ പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ സാമ്പത്തികം വല്ലാണ്ടില്ലാത്ത അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ ഇത് പെട്രോളിന്റെ വിലയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഓക്കെ, ഓർഡിനറി ബസ്സിൽ ആദ്യം ട്രയൽ അടിച്ച് ആരാ കയറി ഓർഡിനറി ബസ്സിൽ എന്ന് ഞാൻ ആലോചിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് വെട്ടിക്കുറയ്ക്കും ചെയ്യും. അതന്നെയാണ് ഐഡിയ. ഇത്ര ബസ്സേ ഉള്ളൂ, ഇത്ര സ്ഥലത്ത് ഇത്ര ആളുകളെ കയറുന്നുള്ളൂ എന്ന് പറയുമ്പോൾ അത്ര ബസ് ഉള്ള സ്ഥലത്ത് അത്രയല്ലേ ഉള്ളൂ. മലപ്പുറം ജില്ലയിൽ അപ്പൊ എന്ത് ചെയ്യാൻ പോണത്? ഈ നിയമം ഇവര് 100 ദിവസം കഴിഞ്ഞ് പഠിച്ചതിന് ശേഷം മലപ്പുറം ജില്ലയിലെ ആളില്ലട്ടാ, ആകെ 10-40 ബസ്സേ ഉള്ളൂ. 21 ലക്ഷം ആൾക്കാരും ഉണ്ട്. എന്നിട്ട് വെട്ടിക്കളയാനല്ലേ. അടിപൊളി പരിപാടി. അല്ല, അത് നമ്മൾ പഠിക്കണമല്ലോ. ഒരു പുതിയ സംവിധാനം ഏർപ്പെടുത്തുമ്പോൾ നമ്മൾ പഠിക്കും. അതിന് പരിമിതികളൊന്നുമല്ല. നമ്മളത് സ്റ്റഡി ചെയ്യും. എല്ലാ മാസവും നമ്മളത് റിവ്യൂ ചെയ്യും. എല്ലാ മാസവും. കാരണം ഒരു പുതിയ കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കുന്ന ഒരു സ്കീമാണ്. അപ്പോൾ അതിന്റെ എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ നിങ്ങൾ ചോദിച്ച മലബാറിലെ കാര്യങ്ങൾ ഉൾപ്പെടെ ആ കൂട്ടത്തിൽ നമ്മൾ സ്റ്റഡി ചെയ്യും. എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് എവിടെയാണ് കുറവ്, എന്താണ് കുറവ് എന്ന് മനസ്സിലാക്കി അതുകൂടി പരിഹരിക്കാനുള്ള ശ്രമം ഉണ്ടാവും. ഇക്കണക്കിന് പോയ താങ്കൾ ഒരു 4-5 IAS എടുക്കാനുള്ളത് പഠിച്ചിട്ടുണ്ടാവും അല്ലെ? പഠിച്ചിട്ട് വിധ എന്ത് ചോദിച്ചാലും പഠനമാണ്. പിന്നെ എന്ത് ഉണ്ടൊക്കെയാണ് ഇവരൊക്കെ ഈ ഇലക്ഷൻ സമയത്ത് ഞങ്ങൾ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്ന് പറയുന്നത്? ഇരുന്ന് പഠിക്കാറുന്നില്ലേ? ഖജനാവിൽ എത്ര ഉറുപ്പുണ്ട് എന്ന് മുൻകൂട്ടി അറിയാലോ, എത്ര കട ഉണ്ടെന്ന് മുൻകൂട്ടി അറിയാലോ, കേരളത്തിൽ എത്ര ബസ് ഉണ്ടെന്ന് ആ ChatGPT-നോട് ചോദിച്ചാൽ അറിയില്ലോടോ, വിവരാവകാശം കൊടുത്താൽ കിട്ടില്ലോടോ. അപ്പൊ ഇതൊക്കെ മുൻകൂട്ടി കണ്ടെത്തണമായിരുന്നു. നിങ്ങളിത് മുന്നേ തന്നെ പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് വോട്ടും വാങ്ങിയിട്ട് അവസാനം പറയാം പഠിക്കട്ടെ എന്നുള്ളത്. പഠനമൊക്കെ മുൻപ് നടത്തായിരുന്നില്ലേ? ഇപ്പൊ അടിയിൽ വന്ന് കമന്റ് ചെയ്യും, അതായത് LDF-കാരൊന്നും അങ്ങനെ ചെയ്തില്ലല്ലോ, ഇങ്ങനെ ചെയ്തില്ലോ എന്നുള്ളത്. നിങ്ങൾ അതുപോലെ ചെയ്യാനല്ലല്ലോ മുന്നോട്ട് വന്നിട്ടുള്ളത്, അതിനേക്കാൾ മുകളിലാണെന്നല്ലേ പറയുന്നത്. അപ്പൊ പഠിക്കാൻ സമയം ഉണ്ടായിരുന്നല്ലോ. ഈ പ്രചരണത്തിന് ഇറങ്ങുന്ന സമയത്ത് ഇരുന്നാണ് പഠിക്കായിരുന്നില്ല. എന്റെ പൊന്നു സതീശ മുതലാളിയെ, കുറെ കാലം ഈ പഠനം തുടങ്ങിയിട്ട് എന്ത് വിഷയം ചോദിച്ചാൽ ഒരു പഠനം. പൊന്നെ, അല്ല, അത് ആലോചിക്കും. നമ്മൾ സ്റ്റഡി ചെയ്യട്ടെ. ഓരോ ജില്ലയിൽ നിന്നും എത്ര പേരാണ് ഒരു ദിവസം ഓർഡിനറി ബസ്സിൽ കയറുന്ന സ്ത്രീകളുടെ എണ്ണം എത്രയാണ്, ഒരു മാസം എത്ര വരും എന്ന് നമുക്കിപ്പോൾ ഉള്ളത് KSRTC-യിലത്തെ നിലവിലത്തെ ഒരു സർവേ നടത്തിയിട്ടുള്ള കണക്കാണ്. ആ കണക്ക് പ്രകാരമാണ് നമുക്ക് ഇത്രയും 750-800 കോടി രൂപയുടെ ബാധ്യത നമുക്ക് വരുന്നത്. അപ്പോൾ അത് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ എവിടെയാണ് ഇത് കുറവ്, എവിടെയാണ് ഒരു സ്ത്രീകൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന സ്കീമാണ്. എന്ത് വലിയ വിഡ്ഢിത്തരാണ് ഇപ്പൊ ഇദ്ദേഹം പറയുന്നത്? ഓർഡിനറി ബസ്സും അതായത് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സും രണ്ട് ഡിഫറന്റ് ഇല്ലേ? ദീർഘദൂര യാത്രകൾക്ക് ഇപ്പൊ എന്റെ വീട് എടപ്പാളാണ്. എടപ്പാളിൽ നിന്ന് ഇപ്പൊ തൃശ്ശൂരിലുള്ള ആശുപത്രികളിലേക്കാണ് കൂടുതൽ ഇവിടുന്ന് പോവാറ്. അപ്പൊ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലുള്ള കുറച്ച് പെരിന്തൽമണ്ണയിലുള്ള ആശുപത്രികളിലൊക്കെ നമ്മൾ പോവാറ്. അപ്പൊ അത്രയും ദൂരത്തേക്ക് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും KSRTC-യിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അത്യാവശ്യം പൈസ വരുന്നുണ്ട്. സ്ത്രീകൾക്ക് അത് കുറച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഗുണമാണ്. ആരാണ് ഈ ഓർഡിനറി ബസ്സിൽ ഇത്രയും കൂടുതൽ യാത്ര ചെയ്യുക? ഏറ്റവും കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്നത് ഇത്തരം സ്ഥലത്ത്, ഈ ലോക്കൽ റൂട്ടിലല്ല പോകുന്നത്. അവിടെയാണ് നമുക്ക് ആവശ്യം. അപ്പൊ മലപ്പുറം ജില്ലയിൽ ബസ്സുകളുടെ എണ്ണം കുറവാണ്. അപ്പൊ പഠനം നടത്തുന്ന സമയത്ത് മലപ്പുറം ജില്ലയിൽ ഇത്ര ആളുകൾ യാത്ര ചെയ്യുന്നുള്ളൂ കേട്ടോ, എന്താണ് 40-50 ബസ്സിൽ ഇത്ര ആളുകൾ യാത്ര ചെയ്യുന്നുള്ളൂ എന്നുള്ള കണക്ക് നോക്കിയിട്ട് മലപ്പുറം ജില്ലയ്ക്ക് അത് ആവശ്യമില്ല എന്നാണോ താങ്കൾ പറയാൻ ആഗ്രഹിക്കുന്നത്? ഇതൊക്കെ വലിയ വിഡ്ഢിത്തരാണ്. 100 ദിവസം സംഭവം ഓടിച്ചോളൂ. അത് കഴിഞ്ഞ് നിങ്ങൾ പറഞ്ഞ വാക്ക് പാലിക്കണം. നിങ്ങൾ പറഞ്ഞ വാക്ക് എന്താന്ന് ഓർമ്മയില്ലേ? എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാന്നുള്ളതാ.
വീഡിയോ ഇനി കാണിച്ച് വെറുപ്പിക്കണ്ടാച്ചിട്ടാ, എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതൊക്കെയാണ് നടപ്പിലാക്കേണ്ടത്. ഈ ഒരു സംഭവത്തിന് ഒരിക്കലും ഞാൻ മോശമാണെന്ന് പറയുന്നില്ല. പക്ഷേ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കാത്ത വി.ഡി. സതീശൻ ചേട്ടാ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഓർഡിനറി ബസ്സിനെ എല്ലാ ആളുകൾ ആശ്രയിക്കുന്നത് ഏറ്റവും കൂടുതൽ ഈ ദീർഘദൂര യാത്രകൾക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന പെൺകുട്ടികൾ, ദൂരെ ജോലി ചെയ്യുന്ന സ്ത്രീകൾ, അതേപോലെ തന്നെ ആശുപത്രി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദൂരേക്ക് യാത്ര ചെയ്യുന്ന ആളുകൾ, ഇവർക്കാണ് ഏറ്റവും കൂടുതൽ ഇതിൽ ഉപകാരമാവുന്നത് എന്നുള്ളതാണ്. ഇവർക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യം എന്നുള്ളതാണ്. ഓർഡിനറി ബസ്സും നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ല. നിങ്ങൾ പറഞ്ഞ വാക്ക് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാന്നുള്ളതാണ്. അപ്പോ KSRTC-യിൽ എന്നുള്ള ഒരു സാധനം തന്നെയാണ് താങ്കൾ പറഞ്ഞത്. അപ്പൊ എല്ലാ ബസ്സിലും അത് കൊണ്ടുവരേണ്ടി വരും. 100 ദിവസം കഴിഞ്ഞിട്ട് ഒരു പൊറോട്ട നാടൻ കളിക്കാനാണ് തീരുമാനമെങ്കിൽ ജനങ്ങൾ ഇത് കണ്ടോണ്ടിരിക്കുകയാണ്. ജനങ്ങൾ നിങ്ങൾ അധികാരത്തിന് താഴെ ഇറക്കും. ഒരു തർക്ക കാര്യത്തിൽ വേണ്ട. പിന്നെ ഇഷ്ടം പോലെ നുണകൾ താങ്കൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടും മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇതേ വീഡിയോയിൽ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യണം, ഇതിൽ ഉൾപ്പെടുത്തേണ്ട വെച്ചിട്ട്. അത് നമുക്ക് അടുത്തതിൽ തന്നെ ചെയ്യാം. അപ്പൊ പരമാവധി ഷെയർ ചെയ്യുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.